ഒരു ഗുഡ് ആൻസർ മെയിൻസിന് വേണ്ടിയിട്ടുള്ള ഒരു നല്ല ഉത്തരത്തിൻ്റെ എലമെൻറ്റ്സ് എന്തൊക്കെയായിരിക്കും ഫാബിയുടെ പെർസ്പെക്റ്റീവിൽ? എനിക്ക് തോന്നുന്നു ക്ലീശേ ആവാത്തൊരു ഉത്തരം, ഒന്ന് സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന ഒരു ഉത്തരം എഴുതുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഇപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക, ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുമ്പോൾ നമ്മളൊരു സ്റ്റാറ്റ് വെച്ച് തുടങ്ങിയോ അല്ലെങ്കിൽ നമുക്കൊരു റീസെൻറ്റ് ന്യൂസ് വെച്ച് തുടങ്ങുകയോ ചെയ്തു കഴിഞ്ഞാൽ അതൊരു വലിയൊരു കാര്യമാണ്. പിന്നെ ക്വസ്റ്റ്യൻ്റെ എല്ലാ പാർട്ടും അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ്. എനിക്ക് ആദ്യം മെയിൻസിന് ഞാൻ ആൻസേഴ്സ് എഴുതിക്കൊണ്ടിരുന്നപ്പോൾ നിതിൻ സാർ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള മേജർ ഒരു ഇഷ്യൂ എൻ്റെ ഇതിൽ ഞാൻ ക്വസ്റ്റ്യൻ്റെ എല്ലാ പാർട്ടും അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയായിരുന്നു. അത് പതുക്കെ പതുക്കെ എനിക്ക് ശരിയായി വരിക ചെയ്തത്. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ എല്ലാ പാർട്ടും അഡ്രസ്സ് ചെയ്ത് എഴുതുക, ഈവൻ ഒരു ചെറിയ ഭാഗമാണെങ്കിൽ പോലും അതിന് നമ്മൾ എംഫസിസ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഫിഗേഴ്സ് യൂസ് ചെയ്യുക, ഫാക്റ്റ് യൂസ് ചെയ്യുക, ഇതൊക്കെ തന്നെ വലിയൊരു കാര്യമാണ്. പിന്നെ ക്വസ്റ്റ്യൻ്റെ കീവേഡ് ശ്രദ്ധിച്ച് ആൻസർ എഴുതുക. അപ്പോൾ കൺക്ലൂഷൻ, നല്ലൊരു കൺക്ലൂഷൻ കൊടുക്കുക, മേക്ക് ഇറ്റ് സ്റ്റാൻഡ് ഔട്ട്, അതാണ് ചെയ്യേണ്ടത്.